അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എന്താ പറയുക, നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴംപൊരി ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇങ്ങനെ നീളനെ നീളനെ മുറിച്ചതാട്ടോ. പക്ഷെ എനിക്ക് തോന്നി പഴംപൊരി ഉണ്ടാക്കണ്ട, എനിക്കിപ്പോൾ വലിയ ഇഷ്ടമില്ല കേട്ടോ പഴംപൊരി, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ പഴമൊക്കെ നെയ്യിൽ നമ്മളിങ്ങനെ മൊരിയിച്ചിട്ടെടുത്തു. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. ഇവർ വട്ടത്തിൽ അരിഞ്ഞിട്ട് കുഞ്ഞു തന്നെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. നെയ്യിലിങ്ങനെ ബ്രൗൺ കളർ ആവണ വരെയൊക്കെ ഒന്ന് മൊരിയിപ്പിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് സ്കൂൾ വിട്ട് വന്നപ്പോൾ അത് കഴിഞ്ഞതാ സ്കൂളൊക്കെ വിട്ട് വന്ന് എല്ലാവരും കൂടിയിട്ട് കുട്ടികളൊക്കെ കൂടിയിട്ട് പുറത്തിങ്ങനെ കളിക്കാട്ടോ. ഒരു പന്തുകൊണ്ട് അവർ മൂന്നാളും കൂടിയിട്ട് നല്ല കളിയാട്ട്. മൂന്നാളല്ല, ഇഷമോളും ലാലാലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അച്ചുട്ടനും കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കറണ്ട് ഇല്ല, ഇന്ന് രാവിലെ കാലത്ത് കറണ്ട് പോയതാണ്. അപ്പോൾ വൈകിട്ട് 6 മണിക്കേ കറണ്ട് വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഞാനും ശില്പിയും ഒക്കെ കൂടിയിട്ട് പുറത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷമോളെ കാലൊന്ന് മുറിഞ്ഞു കേട്ടോ. കല്ല് കൊണ്ടിട്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ കാലൊന്ന് മുറിഞ്ഞു. അപ്പോൾ അത് കിട്ടിയപ്പോൾ അവളവിടെ സൈഡിൽ കയറിയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ആൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി എന്താ ഉണ്ടാക്കുകയെന്ന് അറിയില്ല. ലാലാലിക്ക് പനിയായിരുന്നു. പനിക്കൊന്ന് മാറി ഒന്ന് ഉഷാറായപ്പോൾ നിൽക്കണം. അപ്പോൾ കളിയുടെ ഇടയിൽ തല്ലൂട്ടും ഉണ്ട് കേട്ടോ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടും ചെയ്യും, കളിക്കുകയും ചെയ്യും, പിന്നെ ഒന്നാവും ചെയ്യും. അങ്ങനെയാണ് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞു എനിക്ക് വെള്ളം കോരിത്തരികയാണ്. ഒരു കുടം വെള്ളം വേണ്ടായിരുന്നുള്ളൂ. അവന് ഭയങ്കര ഇഷ്ടമാട്ടോ, വെള്ളത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ കോരി. അപ്പോൾ ഞാനും പിന്നാലെ പോയിട്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം കുറച്ച് ഇരുട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ തന്നെ കോരുള്ളൂ. ഞാൻ ചെന്നാട്ടും കാര്യമൊന്നുമില്ല, എനിക്ക് കോരാൻ സമ്മതിക്കില്ല, മൂപ്പര് തന്നെ കോരുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വന്നതിന് ശേഷം, വെള്ളമൊക്കെ കോരി വന്നതിന് ശേഷം നമ്മൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ കയറുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. അപ്പോൾ കറണ്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ കറി വെക്കുന്നത്. കറി വെക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ലേശം പരിപ്പ് ഇതൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 കായ കേട്ടോ, പച്ചക്കായ. നമ്മൾ സാമ്പാർ കഷ്ണം മേടിച്ചപ്പോൾ അതിലുണ്ടായിരുന്നതാണ് പച്ച ചെറുകായ കേട്ടോ. അപ്പോൾ അത് 2 കൂടിയിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ട് 2, 3, 4 ഫിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ട്. പിന്നെ ഉള്ളിയും മുളകൊക്കെ കുത്തി തൂമിച്ചത് നമ്മൾ ചമ്മന്തിക്ക് മിഞ്ഞാന്ന് കൂർക്കപ്പേരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലേക്ക് ആ സംഭവം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചു വിട്ടു. അപ്പോൾ പിന്നെ നമ്മുടെ കറി അങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കറി ഇതാണ്. പരിപ്പും കായും കുത്തി കാച്ചിയതും പിന്നെ ഉണക്കമീൻ വറുത്തതും നെല്ലിക്ക ഉപ്പിലിട്ടതും. അരിനെല്ലിക്ക ഉപ്പിലൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. അരിനെല്ലിക്കേനെ ഇപ്പോൾ ഞാൻ മുകളിൽ കയറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല, എപ്പോഴും ഒരെടുത്തിട്ട് ഇറക്കി വെച്ചിട്ട് എപ്പോഴും എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ അരിനെല്ലിക്ക ഇപ്പോൾ എപ്പോഴും അടുപ്പം നിറയുമ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി, കുട്ടികളൊക്കെ അതാ കളിയൊക്കെ കഴിഞ്ഞ് കൈയും കാലും ഒക്കെ കഴുകി കയറിയിട്ടാണ്. അപ്പം ഞാൻ അവളെ മുടി രാത്രി ആയി കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞ് കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ ചപ്പറിച്ചിട്ടിട്ട് രാവിലെ ആയി കഴിഞ്ഞാൽ ഫുള്ള് കെട്ടായിരിക്കും മുടിയിൽ. അപ്പോൾ രാത്രി ആകുമ്പോൾ ഇത് എന്നും ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് പിന്നെ കെട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് രാവിലെ കെട്ട് കളയാനായിട്ട് ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ നീളം വെച്ചപ്പോൾ മുടിയിൽ വേഗം കെട്ട് വരികയാണ്. അപ്പോൾ ഞാൻ എന്നും രാത്രി ആകുമ്പോൾ ഇങ്ങനെ മേലേക്ക് പിടിച്ച് ബണ്ണിട്ട് കൊടുത്ത് പിന്നെ ഒന്ന് പിന്നി വട്ടത്തിൽ കെട്ടി കൊടുക്കും കേട്ടോ. അവൾക്കും ഇഷ്ടമാട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇത് മുഖത്തൊക്കെ ഇങ്ങനെ വരില്ലേ ഉള്ളൂ. എൻ്റെ അടുത്തൊക്കെ എടുക്കണം, എൻ്റെ മുഖത്തും ഇങ്ങനെ കിടന്നിട്ട് വലിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കും കേട്ടോ. കുട്ടികൾക്കൊരു സുഖമാണ് രാത്രി മുടി ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് കെട്ടി നടക്കുമ്പോൾ അവർക്ക് കിടക്കാനും ഒക്കെ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ രാത്രിയാകുമ്പോൾ ഇഷമോൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കാറ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് മുകളിൽ കയറി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ താഴെ ഹാളിൽ തന്നെ വന്നിരുന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. ആരും ഇപ്പോൾ അടുക്കളയിൽ അങ്ങനെ വന്നിരിക്കില്ല. ടി വി ഉള്ളതുകൊണ്ട് ടിവിയുടെ മുന്നിൽ വന്നിരുന്നിട്ടാട്ടോ ചോറ് കഴിക്കുള്ളൂ. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ അവരെ ചീത്ത പറയും അടുക്കളയിൽ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഇവർ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിട്ട് അടുക്കളയിൽ ഇരുന്ന് കഴിക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ വന്നിരുന്നിട്ട് ഹാളിൽ വന്നിരുന്നിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, കുഞ്ഞു അതിന് മുന്നേ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോറ് വേണ്ടയ്ക്കിന്ന് ദോശ മതി പറഞ്ഞിട്ട് അവൻ്റെ വക ദോശയൊക്കെ അവൻ തന്നെ ചുട്ട് കഴിച്ചതായിരുന്നു. പിന്നെ ഞങ്ങൾ കുത്തി കാച്ചിയ കറിയും ഉണക്കമീനും അച്ചാറും കൊണ്ടാട്ട മുളകൊക്കെ കണ്ടപ്പോൾ മൂപ്പർക്ക് ചോറ് തിന്നാൻ നല്ല നല്ല പൂതിയായിട്ടാണ്. അപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ ചോറിനാനിരുന്നു. ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ തുടയ്ക്കാതെ നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. ആകെ കുട്ടികളൊക്കെ നടന്നിട്ടും കറി പോയിട്ടും ഒക്കെ ചോറ് കഴിച്ചിട്ട് അങ്ങനെ അവിടെ ആയതല്ലേ. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരമായി അവിടേക്ക് എടുക്കുക, ഹാളിലാവും കിടക്കുക. മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ ഹാളിലൊക്കെ എടുക്കാറ് കേട്ടോ. ചൂട് കൂടുതലുള്ള ദിവസം ഹാളിൽ എടുക്കുമ്പോൾ നല്ല സുഖമാണ് കിടന്നുറങ്ങുക. ഈ റൂമിലത്തെ ഫാനിനേക്കാളും സ്പീഡ് ഉണ്ട് നമ്മുടെ ഹാളിലത്തെ ഫാൻ, അത് പുതിയതല്ലേ, അതുകൊണ്ട് ഇത്തിരി കാറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അവിടെ ചില ദിവസങ്ങളിലൊക്കെ കിടക്കുക.
അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരത്ത് എല്ലാ പണികളും കഴിഞ്ഞാൽ ഒന്ന് തുടച്ചിടും കേട്ടോ, എല്ലായിടത്തും ഒന്ന് തുടയ്ക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമുക്ക് ഒരു എല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോൾ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ അടുക്കളയിലത്തെ പാത്രങ്ങൾ ഫുള്ള് കഴുകി വെച്ച് അടുപ്പുന്നറൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കളയൊന്ന് തുടച്ചിടും കേട്ടോ. അടുക്കള ഒക്കെ തുടച്ചിട്ടിട്ട് നമുക്ക് രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോഴും ഒരു സന്തോഷമാണ്. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ഇതില്ലാണ്ട് കിടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇടങ്ങറ് പോലെ കേട്ടോ അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാ പാത്രങ്ങളും വേഗം 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 കഴുകണില്ല, നമ്മൾ സ്പീഡാക്കിയേക്കാണ്, ഞാൻ പതുക്കെ തന്നെ കഴുകിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാ കുട്ടികളൊക്കെ അവിടെ കിടന്നു കേട്ടോ. അവർക്ക് ചോറൊക്കെ തിന്നപ്പോൾ അവർക്ക് ഉറക്കം വന്നു. പിന്നെ കളിയല്ലേ, നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചൊറിയക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ കിടന്നിരിക്കുന്നത്. അപ്പോൾ ഇഷമോള് കാലുകൊണ്ട് വയ്യ, ഇഷമോൾക്ക് കാല് നല്ല വേദന ഉണ്ട് കേട്ടോ. കാലിൻ്റെ തെറ്റാണല്ലോ പൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് കാല് നല്ല വേദന ഉണ്ട്. അതുകൊണ്ടാണ് വേഗം ഉറങ്ങാൻ പോയി കിടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ട അരിനെല്ലിക്ക കേട്ടോ. മറ്റേ നെല്ലിക്ക ഉപ്പ് ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല, ഇതിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വട്ടം മുകളിൽ കയറ്റിക്കുന്നു വെച്ചിട്ട്. അപ്പോൾ ഇവർ ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പിന്നെ താഴെ വെച്ചു കേട്ടോ, അവർ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടുക്കളൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കും. പിറ്റേ ദിവസം രാവിലേക്കുള്ള കടലക്കറിയാണ് കേട്ടോ. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല വെള്ളത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ കടല നന്നായി കഴുകി. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് പുട്ടും കടലയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ ചായയുടെ കടിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ പുട്ടും കടലയാണ്. അപ്പോൾ ഞാൻ കടല നന്നായി കഴുകി കുക്കറിലിട്ടിട്ട് തന്നെ, നാളെ കുക്കറിലാണല്ലോ നമ്മൾ കടല വേവിക്കുക. അപ്പോൾ കുക്കറിൽ തന്നെ ഇട്ടിട്ട് നന്നായി കഴുകിയിട്ട് നല്ല വെള്ളം തന്നെ ഒഴിച്ച് വയ്ക്കും കേട്ടോ. ചിലപ്പോൾ ആ വെള്ളം വെച്ചിട്ട് തന്നെ ഞാൻ വേവിക്കാറുണ്ട്. കടലൊക്കെ നല്ല സെറ്റായി വന്നിട്ട് ഇതിൽ തരി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ തന്നെ അടുപ്പത്ത് കയറ്റി വെച്ച് നമ്മുടെ കടലക്കറി സൂപ്പറായിട്ട് കിട്ടും. അപ്പം ഞാൻ കടലൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെ ഇനി പോയി കിടന്നുറങ്ങണം. കുറച്ച് തുണികളൊക്കെ മടക്കാണ്ട് കേട്ടോ, അതൊക്കെ മടക്കി വയ്ക്കണം. എന്നിട്ട് വേണം കിടക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അടുക്കളൊക്കെ സെറ്റായി. അടുക്കള താഴേക്ക് നല്ല തുടച്ചു കേട്ടോ. ഇതാ ഇഷമോള് കിടന്നുറങ്ങിയിട്ടുണ്ട്. വന്ന് നോക്കിയപ്പോൾ ഇഷമോൾ ഉറങ്ങി. തുണികൾ മടക്കാതെ കുമ്പാരം കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് ആച്ചൂട്ടനും കുഞ്ഞും കൂട്ടിയിട്ട് ഹാളിൽ കിടക്കിയിട്ടിട്ട് കിടക്കുന്നുണ്ട്. രണ്ടുപേരും ഉറങ്ങിയിട്ടൊന്നുമില്ല. ടി വിയിൽ എന്തോ ബൊമ്മ കളിയാണ്. ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. മുമ്പ് രണ്ടുപേരും കൂടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കണ്ട ഇത് കിടന്ന് കാണുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവരാരുടെ ഡ്രസ്സ് അവരാരുടെ കൊട്ടയിൽ കൊണ്ടുപോയി ഇട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് നീച്ച് വന്നിട്ട് ആച്ചൂട്ടൻ്റെയും കുഞ്ഞുവിൻ്റെയും ഡ്രസ്സുകൾ അവൻ തന്നെ പറക്കിയെടുത്തിട്ട് അവരവരുടെ കൊട്ടയിൽ, നമ്മൾ കൊട്ടയിലാണല്ലോ തുണികൾ ഇട്ടേക്കുന്നത് വീട്ടിലിടാനുള്ള ഡ്രസ്സ്. അപ്പോൾ അവരുടെ ഡ്രസ്സ് എടുത്തിട്ട് കൊട്ടയിൽ കൊണ്ടുവയ്ക്കാൻ പോകട്ടെ. അപ്പം ഞാൻ ഇഷമോൾ ഉറങ്ങിയ കാരണം ഇഷമോളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മടക്കി അതിൻ്റേതായ സ്ഥാനത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പങ്കപ്പാടാട്ടോ. തുണികൾ മടക്കൊക്കെ ഇഷ്ടമല്ലാട്ടോ. ചില സമയത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് തുണികൾ മടക്കാൻ, ചിലപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് തുണികൾ മടക്കാൻ. ചില സമയത്തേക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടം, ചില സമയത്തേക്ക് പാത്രം കഴുകാൻ തീരെ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഒരു വൃത്തികെട്ട സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ. അങ്ങനെ ഇതാ വേഗം 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 തുണികൾ മടക്കണില്ല, പതുക്കെ തന്നെ മടക്കണുള്ളൂ, സ്പീഡാക്കി ചെയ്താട്ടോ. അങ്ങനെ നമ്മുടെ തുണികളൊക്കെ മടക്കൽ കഴിഞ്ഞു. ഇഷമോള് കിടന്ന് ഉറങ്ങണം. കിടന്നിരുന്ന ആൾക്കാരൊക്കെ റൂമിലേക്ക് എണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആച്ചൂട്ടനും ഉണ്ടിട്ട് അതിൻ്റെ അടിയിലുണ്ട്. അപ്പം ഞാൻ അന്ന് റൂമിലാണ് കിടക്കുന്നത് പറഞ്ഞപ്പോൾ അവരൊക്കെ കിടക്കും പായൊക്കെ പൊക്കി പിടിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇഷമോള് നല്ല ഉറക്കായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.